അപ്പൊ ബാരി ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുള്ളി ഷോർട്ട് ബ്ലോക്കിന് നേരെ എക്സാക്ട് ഓപ്പോസിറ്റ്. ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. അത് എന്ത് ചെയ്തിട്ടുണ്ടാകും, റീസെന്റ് ആയിട്ടുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാകും. അതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വിംഗ് ഹൈ ആണ്. ഇതൊരു സ്വിംഗ് ഹൈ ആവാൻ കാരണം ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ സെല് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഷോർട്ട് സെല് ചെയ്തിട്ടുണ്ടാകും. സോ നോർമലി അവിടെ നിന്ന് സെല് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്യാം ഈ ഒരു സ്വിംഗ് ഹൈയിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ തൊട്ടുമുകളിലായിട്ട്. അപ്പൊ സെല് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ ഓർഡേഴ്സ്. അപ്പൊ ഈ ഒരു ഹൈയുടെ മുകളിൽ ഇപ്പൊ എന്ത് കിടക്കുന്നുണ്ട്, ലാർജ് നമ്പർ ഓഫ് ബൈ ഓർഡേഴ്സ് കിടക്കും. അല്ലെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്യും. സോ ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് മണിക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ആ ഒരു ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിനു ശേഷം ഒരു സ്ട്രോങ് സെല്ല് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ഒരു ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബാരി ഷോർട്ട് ബ്ലോക്ക്. ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. അത് റീസെന്റ് ആയിട്ടുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാണ്, കളക്ട് ചെയ്തിട്ടുണ്ടാണ്. അതിനുശേഷം നമുക്കൊരു സ്ട്രോങ് സെല്ല് കാണാൻ പറ്റണം. അപ്പോൾ ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് എന്തായിട്ട് കൺഫേം ചെയ്യാം, ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് കൺഫേം ചെയ്യാം. നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് ആ ഒരു ഏരിയയിലോട്ട്, ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലോട്ട്, ആ ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അഗൈൻ ഒരു സെല്ലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം ഇവിടുന്ന് സ്മാർട്ട് മണി സെല്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ള സ്മാർട്ട് മണിയുടെ പൊസിഷൻസ് എന്ത് ചെയ്യും, ലോസിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടുന്നാണ് അവർ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ പൊസിഷൻസ് എന്ത് ചെയ്യണം, ലോസിലോട്ട് പോകും. അപ്പൊ അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അഗെയിൻ ആ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയയിലോട്ട് എത്തുമ്പോൾ സ്മാർട്ട് മണി എന്ത് ചെയ്യും, അഗെയിൻ അവിടുന്ന് സെല്ല് ചെയ്യും. ഈ ഒരു സെല്ലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ക്യാച്ച് ചെയ്യുന്നത്. അതായത് ആ ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു സെല്ല്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒന്നുമില്ല, ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. അത് റീസെന്റ് ആയിട്ടുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാണ്. അതിനുശേഷം എന്ത് കാണാൻ പറ്റും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ഈ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ നമുക്കൊരു ബാരി ഷോർട്ട് ബ്ലോക്ക് ആണ്. പ്രൈസ് അതിനകത്ത് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നമ്മുടെ കൺഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സെൽ പൊസിഷനിലോട്ട് എൻട്രി ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു സ്വിംഗ് ഹൈ അല്ലേ. അപ്പൊ ഇതിന്റെ മുകളിൽ എന്ത് കിടക്കുന്നുണ്ടാവും, ബൈ ഓർഡേഴ്സ് കിടക്കും. സോ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തു, ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പൊ ഇതിന്റെ മുകളിൽ ബൈ ഓർഡേഴ്സ് ഉണ്ട്, ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസിൽ എന്ത് കാണാൻ പറ്റും, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു സ്ട്രോങ് സെല്ല് കാണാൻ പറ്റില്ല. അതിന്റെ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള ബൈ ഓർഡേഴ്സ് യൂസ് ചെയ്തിട്ട് സ്മാർട്ട് മണി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അവരുടെ സെൽ പൊസിഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയ ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ഇവിടെ നിന്നാണ് ആ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ നമുക്കൊരു ബാരി ഷോർട്ട് ബ്ലോക്ക് ആയിട്ട് കൺഫേം ചെയ്യാമല്ലോ. ഇവിടുന്നാണ് ആ ഒരു സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് തിരിച്ച് ഈ ഒരു ഏരിയയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ബാരി ഷോർട്ട് ബ്ലോക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അഗൈൻ നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു സെല്ലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് ടാപ്പ് ചെയ്തു. സോ ടാപ്പ് ചെയ്തതിനു ശേഷം നമുക്കൊരു സ്ട്രോങ് സെല്ല് കാണാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഒരു ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിൽ ബൈ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ബൈ ഓർഡേഴ്സ് യൂസ് ചെയ്തിട്ട് സ്മാർട്ട് മണി ഇവിടുന്ന് അവിടെ സെൽ പൊസിഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, നമ്മുടെ ബാരി ഷോർട്ട് ബ്ലോക്ക്. പ്രൈസ് അഗെയിൻ തിരിച്ച് ആ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാരി ഷോർട്ട് ബ്ലോക്ക് ടാപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് പറ്റി, അഗെയിൻ ഒരു സെൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു ബാരി ഷോർട്ട് ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ. ബാരി ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. അത് റീസെന്റ് ആയിട്ടുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാകാം. അതിനുശേഷം ഒരു സ്ട്രോങ് സെല്ല് കാണാൻ പറ്റും. പ്രൈസ് തിരിച്ച് ആ ഒരു സ്വീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലോട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സെൽ പൊസിഷൻസ്. ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാരിഷ് ക്യാൻഡിൽ ആയിരിക്കും. അതെന്ത് ചെയ്യുന്നതാണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം ഒരു സ്ട്രോങ് ബൈ ആണ്. പ്രൈസ് തിരിച്ച് ആ ഒരു സ്വീപ്പ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാരിഷ് ക്യാൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കാം, നമ്മുടെ ബൈങ് ആണ് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ആൻഡ് ബാരിഷ് ഷോർട്ട് ബ്ലോക്ക്. ഇവിടെ ശരിക്ക് സ്വീപ്പ് ചെയ്തിട്ടില്ല. സ്വീപ്പ് ചെയ്താൽ നമുക്ക് നോക്കാം. ബോഡി അല്ല, ഈ ലോ ഇല്ലേ മാർക്കറ്റ്, അതിന്റെ താഴോട്ട് വന്നു. അതിന്റെ താഴോട്ട് പോയിട്ടാണ് അപ്സൈഡ് പോയിട്ടില്ലെങ്കിൽ നമുക്കതൊരു
ഇവിടെ സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടില്ല. ഇതിന്റെ താഴെയാണ് സെൽ ഓർഡേഴ്സ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ താഴോട്ട് പോയിട്ട് സൈഡ് പോവാണെങ്കിൽ നമുക്ക് എടുക്കാം. താഴോട്ടോ സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്യും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോ കാണാൻ പറ്റും. സ്പ്രിംഗ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലേ? ആ ഒരു സ്പ്രിംഗ് ലോയുടെ താഴെ ചേർക്കും സെൽ ഓർഡേഴ്സ് ചേർക്കുന്നത്. അതായത് ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നത്. ഇതിന്റെ താഴെ കിടക്കില്ലേ? ഇവിടെ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു? ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ലേ? എന്റെ ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ബാരിഷ് ക്യാൻഡിൽ ഏതായിരുന്നു? ഇതല്ലേ? ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ബാരിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണല്ലോ. അതായത് ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ. ഓക്കെ, സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ബൈക്ക് മുന്നേ ഉള്ള ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ നമുക്ക് എന്തായിട്ട് കൺഫേം ചെയ്യാം? ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ആണല്ലോ. ക്ലിയർ അല്ല? ലോജിക് ക്ലിയർ അല്ല? ആ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ബാരിഷ് ക്യാൻഡിൽ. ഓക്കെ, സോ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അതിന് താഴെ പോയിട്ടുണ്ട്. ബട്ട് ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ബാരിഷ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ. അതിനുശേഷം നമുക്ക് ഒരു ബൈ ആണ് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ബുള്ളിഷ് ബാരിഷ് ക്യാൻഡിൽ എന്തായിട്ട് കൺഫേം ചെയ്യാം? ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ആയിട്ട് കൺഫേം. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ ഒരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ടാപ്പ് ചെയ്തു. again ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ആണ്. അതായത് ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് വന്നു. again നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ നമുക്ക് കാണാം. ക്ലിയർ? ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ അല്ലേ? വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് എന്താണ്? ഒരു ഹൈ അല്ലേ? ഒരു സ്വിംഗ് ഹൈ അല്ലേ? സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ബൈ സെൽ ലിക്വിഡിറ്റി. അതായത് ആ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിൽ ചേർന്നുണ്ട് ബൈ ഓർഡേഴ്സ് ചേർന്നുണ്ട്. അവിടെ നിന്ന് സെൽ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ്. ഇത് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ സെൽ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. അപ്പൊ നോർമലി ഇവിടുന്ന് സെൽ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കിടക്കുന്നുണ്ടാവും. ഈ ഒരു ഹൈഡ് മോളിൽ കിടക്കുന്നു. ഈ ഒരു ഹൈഡ് മോളിൽ ബൈ ഓർഡേഴ്സ് കിടക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് ആ ഒരു ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തു. അതിനുശേഷം ഒരു സ്ട്രോങ് സെൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നിലുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. അതായത് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നിലുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, സോ ഇവിടെ സ്വീപ്പ് ചെയ്തു, സ്ട്രോങ് സെല്ല് വന്നു. ആ ഒരു സ്വീപ്പ് ചെയ്തിട്ടുള്ള സ്ട്രോങ് സെല്ലിന് മുന്നിലുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ ഇത്? നമുക്ക് എന്താണ്? ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്ക് ആണല്ലോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്ക് ടാപ്പ് ചെയ്തു, ഒരു സെല്ല് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്കിലോട്ട് പ്രൈസ് വന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റി? ഒരു സെല്ല് കാണാൻ പറ്റിയില്ലേ? അതായത് സ്വീപ്പ് ചെയ്തു, സെല്ല് വന്നു. ആ ഒരു സ്വീപ്പ് ചെയ്തിട്ടുള്ള സെല്ലിന് മുന്നിലുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലിന്റെ പ്രൈസ് വന്നപ്പോൾ അഗൈൻ ഒരു സെല്ല് കാണാൻ പറ്റി. ആ ഒരു സെയിം സാധനം നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ബൈ ഓർഡേഴ്സ് എടുത്തു, സ്ട്രോങ് സെല്ല് വന്നു. ആ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബൈ സെല്ല് സ്വീപ്പ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ അഗൈൻ ടാപ്പ് ചെയ്തപ്പോൾ അഗൈൻ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഒരു സെല്ല് കാണാൻ പറ്റി. ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ.